ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന നമ്മളൊരു ക്ലാസ് ഡി ബോർഡ് വന്നിട്ടുണ്ട്. അതായത് നമുക്കൊരു കുറഞ്ഞ വിലയ്ക്ക് ഒരു സ്റ്റീരിയോ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു സബിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ക്ലാസ് ഡി ബോർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അതായത് വയർ എന്ന കമ്പനിയുടെ 2C300 വേർഷൻ 1 എന്ന് പറയുന്ന ഒരു ക്ലാസ് ഡി സ്റ്റീരിയോ ബോർഡാണ്. നല്ല ഒരു പെർഫോമൻസ് ആണ്, നല്ലൊരു അഭിപ്രായമാണ് മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജോ ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം ഇതിൻ്റെ അകത്ത് ഈ കവറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നോക്കുവാണെങ്കിൽ DC 24 വോൾട്ടേജ് തൊട്ട് 54 വോൾട്ടേജ് DC കൊടുത്തിട്ടാണ്, സിംഗിൾ സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു 4 ohms ഒരു 300 വാട്ട്സ് ഔട്ട്പുട്ടും, അതേപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന IC എന്ന് പറയുന്നത് TPA 3255 എന്ന് പറയുന്ന ഒരു IC ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പക്കയായിട്ടുള്ള ഒരു 300 RMS പക്ക നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ അതിൻ്റെ സ്പീക്കർ കണക്ഷന്, പവർ സപ്ലൈ, എവിടെ കണക്ഷൻ കൊടുക്കുന്നത് എന്ന എല്ലാ ഡീറ്റെയിലും ഈ കവറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നവർക്കൊക്കെ ആണെങ്കിലും ഉപകാരമായിട്ടുള്ള രീതിക്കാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡ്. കണ്ടില്ല, കയ്യിലെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു കോമ്പാക്റ്റ് സൈസിൽ, അത്ര സൈസ് കാര്യങ്ങളൊന്നുമില്ല. അതായത് ചെറിയൊരു ക്യാബിനറ്റിൽ വെച്ചാണെങ്കിൽ പോലും ഒരു സ്റ്റീരിയോ ആമ്പ് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരമായിട്ടുള്ള ഒരു നല്ലൊരു ബോർഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് ഒക്കെ ആണെങ്കിലും PCB ട്രാക്ക് എല്ലാം നല്ലൊരു ക്വാളിറ്റി ഫിനിഷിങ് തന്നെയാണ് ഇവരിത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്കൊരു സ്റ്റീരിയോ ഔട്ടാണ് എടുക്കാൻ സാധിക്കുന്നത്. അതായത് 300+300 വാട്ട്സ് നമുക്ക് ചെറിയ ഈ ബോർഡിൽ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബോർഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിൽ ഹെവി ആയിട്ടുള്ളൊരു ഹീറ്റ് സിങ്ക് അവർ കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു ഫാനും കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം 300+300 വാട്ട്സ് ഔട്ട്പുട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹീറ്റ് ആകുന്നുണ്ട്. ആ ഹീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫാനും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് 24 വോൾട്ടേജ് തൊട്ട് ഒരു 48 വോൾട്ടേജ് വരെ ഇത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഇവിടെ 4 ലെഗ് ഉണ്ട്. 2 നമുക്ക് പ്ലസും 2 ഗ്രൗണ്ടുമാണ്. അപ്പോൾ അത് ആ രീതിക്ക് തന്നെ ഇത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ 2 സ്പീക്കർ ഔട്ട് വരുന്നുണ്ട്. 4 ohms നമുക്കൊരു 300 RMS കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റീരിയോ ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഫാൻ്റെ ഒരു കൺട്രോളും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓവറോൾ നമുക്ക് ഒരു നോർമലി ഒരു സിമ്പിൾ ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ പോലും പെട്ടെന്ന് അസംബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ബോർഡിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇതിനകത്ത് കറക്റ്റായിട്ട് എങ്ങനെ കൊടുക്കണം എന്താണെന്നുള്ളതെല്ലാം ഡീറ്റെയിലും ഈ ബോർഡിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ക്ലാസ് ABയേക്കാളും കമ്പയർ ചെയ്യുമ്പോഴത്തേനും പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. പിന്നെ ഇത് ഇമ്പോർട്ടഡ് ബോർഡാണ്. ഇതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് അറിയില്ല. പക്ഷേ ഇങ്ങനത്തെ ബോർഡുകളൊന്നും നമ്മളൊരു കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ശരിക്കും കണ്ടിട്ടില്ല. നമ്മുടെ ഒരു മിസ്യൂസ് കൊണ്ട് മാത്രമേ ഇതിനൊക്കെ കംപ്ലൈൻറ്റ് വരാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ ലാസ്റ്റ് ഒന്നിച്ച് ഞാൻ പറയാം. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു SMBS കൂടെ പരിചയപ്പെടുത്താം. അതായത് 48 വോൾട്ടേജ് 10 ആമ്പിയർ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു SMBS കൂടെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നുണ്ട്. ഇത് ഇതേപോലെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു പാക്കിങ്ങിലാണ് വരുന്നത്. നമ്മൾ കയ്യിലേക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ ആദ്യം നമുക്കറിയാൻ പറ്റുന്ന അതിൻ്റെ ഒരു വെയിറ്റ് ആണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റ് സിങ്ക് ആണെങ്കിലും ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് ആണ് ഇതിൻ്റെ അകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം പെട്ടെന്ന് ഇത് ഹീറ്റായി ഡാമേജ് ആകാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ SMBS ഈ ഒരു സിംഗിൾ ബോർഡിന് വേണ്ടിയാണ്. ഇതിലേക്ക് ഒരിക്കലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബോർഡുകൾ കൊടുക്കാതിരിക്കുന്നതാണ് സേഫ്. ഒന്നിൽ കൂടുതൽ ബോർഡുകൾ ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ SMBSന് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇവിടെ AC കണക്ഷൻ്റെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടിങ് ഓപ്ഷനും കൂടെ ഉണ്ട്. അതായത് ഒരു SMBSന് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും ഉള്ള രീതിക്ക് തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 48 വോൾട്ടേജ് 10 ആമ്പിയർ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെയും 4 ലെഗ് കാണാൻ സാധിക്കുന്നുണ്ട്. 2 നമ്മുടെ പ്ലസിനും 2 ഗ്രൗണ്ടിനും വേണ്ടിയാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ തന്നെ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് 2 ബോർഡും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതൊരു കോംബോ ഓഫറിലാണ് നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4250 രൂപയാണ്. നമ്മൾ ഇതേപോലെ തന്നെ ഒരു 300+300 ഒരു ക്ലാസ് ABയിൽ ചെയ്യണമെങ്കിൽ
നമ്മൾ ഇതിൻ്റെ ഒരു ഡബിൾ ഇരട്ടി പൈസയും മുടക്കണം, അത്രയും പെർഫോമൻസും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ഇത് ക്ലാസ് ഡി ആയതുകൊണ്ട് തന്നെ ഇതിന് പറ്റുന്ന രീതിയിലാണ് ഇത് രണ്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടാണെങ്കിലും കറക്റ്റായിട്ടുള്ള ഒരു പവറും നമുക്ക് ഔട്ട്പുട്ട് ഈ ബോർഡിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. കുറഞ്ഞ വിലയ്ക്കൊരു നമ്മളൊരു പവർ ആമ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ ആമ്പൊക്കെ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് തന്നെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഇത് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.